ഇവളിതെവിടെ പോയി കിടക്കുക? സന്ധ്യയ്ക്ക് വീട്ടിൽ കയറി ചെന്നത് മുതൽ മണിയെ തപ്പിയുള്ള നടത്തമാണ് നന്ദൻ. ഗൗതം ഉമ്മറത്ത് തന്നെ ഇരുന്ന് അച്ഛനോട് സംസാരത്തിലാണ്. പല പ്രാവശ്യം അടുക്കളയിലൊന്ന് എത്തി നോക്കിയെങ്കിലും ആരുടെയും ശബ്ദം കേൾക്കാതെ ആയതോടെ മനസ്സിലായി ആളവിടെ ഇല്ലെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാമായിരുന്നു. മുറിയിൽ നിന്ന് മുത്തശ്ശിയുടെ സംസാരം കേൾക്കാം. അപ്പം വീട്ടിലും പോയിട്ടില്ല. ഏട്ടനെന്താ കള്ളന്മാരെ പോലെ ഇവിടെ ചുറ്റിത്തിരിയണേ? ഫ്രിഡ്ജിൽ എന്തോ വെക്കാൻ വന്ന പാറു കാണുന്നത് അടുക്കള വാതിലിൽ കിടന്ന് ചുറ്റിത്തിരിയുന്ന നന്ദനെയാണ്. അവളെ കണ്ടതോടെ അവൻ ആകെ ഒന്ന് ചൂളി. ഞാൻ വെള്ളം കുടിക്കാൻ? ഈ സ്ഥിതിക്ക് പോയ എൻ്റെ ഏട്ടൻ ഒരുപാട് കുടിക്കേണ്ടി വരും. തിരഞ്ഞു നടക്കുന്ന ആൾ വിളക്ക് വെക്കാൻ കാവിൽ പോയിരിക്കുക. അവൾ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൻ്റെ മുഖം ആദ്യമൊന്ന് തെളിഞ്ഞുവെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കൂർത്തു. അതിന് ഞാൻ ആരെയാടി തിരഞ്ഞത്? ഏട്ടാ എന്ന് വിളിച്ച നാവ് കൊണ്ട്. വേറൊന്നും വിളിപ്പിക്കണ്ട. ഏട്ടൻ പ്രായം കൊണ്ട് മൂത്തതാ എങ്കിലേ ഞാൻ ബുദ്ധി കൊണ്ട് ഏട്ടനും മേലെയാ. പിന്നെ ഏട്ടനങ്ങ് പ്രേമിച്ചത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തെന്നതിലുപരി അവളുടെ ചോറ്റുപാത്രത്തിൽ കൈയിട്ട് വാരിയാണ് ഞാൻ വളർന്നത്. എന്നോടോ ബാല? പാറു മുഖത്ത് പല എക്സ്പ്രഷനും ഇട്ടുകൊണ്ട് പറഞ്ഞതും നന്ദൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. വെറുതെ അല്ലടി ബീപ്പക്കുറ്റി അതിങ്ങനെ നെരുന്ത് പോലെ നീ മത്തങ്ങ പോലെ ഇരിക്കുന്നത്. ഡേട്ടാ ഡോണ്ട് കോൾ മീ ബീപ്പക്കുറ്റി. പിന്നെ അതിന് മാത്രം തടിയൊന്നും എനിക്കില്ല. ഇച്ചിരി ഈയിടെ ഇച്ചിരി കൂടിയെന്നല്ലാതെ. മെലിഞ്ഞ് ഇപ്പോൾ ഒടിയും എന്ന് തോന്നിക്കുന്ന പ്രകൃതമാണ് മണിക്ക്. എന്നാൽ പാകത്തിന് തടിയും വെയിറ്റുമുള്ള ആളാണ് പാറു. അവളുടെ വിഷമം നിറഞ്ഞ വാക്കുകൾ കേട്ടു അവനുള്ളിൽ ചിരി പൊട്ടി. ബീപ്പേ ഞാനൊന്ന് പുറത്തേക്ക് പോവാ. അമ്മയോട് പറയാൻ നിൽക്കണ്ട. പിന്നെ ഗൗതമും അറിയണ്ട. എനിക്കറിയാം നീയാണ് തെണ്ടിക്കിടയിലൂടെ എല്ലാം ചോർത്തി കൊടുക്കുന്നതെന്ന്. അല്പം ഗൗരവത്തോടെ മീശ പിരിച്ച് പറഞ്ഞുകൊണ്ട് അവൻ പോയതും അവളുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. പിന്നെ കുളിക്കാതെ കാവി കയറണ്ട. മണി നിങ്ങളെ തല്ലി ഒടിക്കും. പിന്നിൽ നിന്നും അവൾ നീട്ടി വിളിച്ചു പറഞ്ഞു. അവൻ്റെ പോക്കും കണ്ട് പാറു അടുക്കളയിലേക്ക് തിരികെ നടന്നു. ചോറ് വെച്ച പാത്രങ്ങളെല്ലാം പെറുക്കി തൊടിയിലെ തെങ്ങിൻ്റെ ചുവട്ടിൽ അതിരി കെട്ടി സിമൻ്റ് ഇട്ട് ഒരിടത്ത് കൊണ്ടുവച്ച് തിരിഞ്ഞതും കുറച്ചപ്പുറം എന്തോ ചെറു വെളിച്ചം കണ്ട് അവൾ ഒരു നിമിഷം നോക്കി. മെല്ലെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയതും സിഗരറ്റിൻ്റെ രൂക്ഷമായ ഗന്ധം മുഖത്തേക്കടിച്ചതും അവൾ മുഖം ചുളിച്ചുകൊണ്ട് കണ്ണുകൾ കുറുക്കി മുന്നോട്ട് നടന്നു. മുന്നോട്ട് നടക്കും തോറും അവളുടെ കണ്ണുകളിൽ മുന്നിൽ നിൽക്കുന്ന ആളെ വ്യക്തമായി. അവൾ ഇടുപ്പിൽ കൈകുത്തി നിന്ന് അവനൊന്നും അറിയാതെയുള്ള പുകയ്ക്കലിലാണ്. അത് ശരി, ഇതായിരുന്നല്ലേ ഇവിടെ പരിപാടി? പെട്ടെന്ന് പാറുവിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടിയ ഗൗതമിൻ്റെ കയ്യിൽ നിന്നും സിഗരറ്റ് തന്നെ നിലത്തേക്ക് വീണു. അതും കറക്റ്റായി അവൻ്റെ കാലിന് മുകളിലും. അവൻ നിന്നിടത്ത് നിന്നും ഒന്ന് അലറിപ്പോയി. പെട്ടെന്നെന്തോ ആലോചിച്ച പോലെ അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. നീ എന്തിനാടി ഇങ്ങോട്ട് എഴുന്നള്ളിയേ പിശാചേ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു കൊണ്ട് നിലത്ത് കിടന്നിരുന്ന സിഗരറ്റ് എടുത്ത് മണ്ണ് തട്ടി ഒന്നുകൂടെ ചുണ്ടിൽ ചേർക്കാൻ നിന്നതും പാറു അല്പം ദേഷ്യത്തോടെ അത് തട്ടിക്കളഞ്ഞുകൊണ്ട് അവൻ്റെ കോളറിൽ പിടിച്ച് തനിക്കടുത്തേക്ക് വലിച്ചു. ഈ വക സ്വഭാവമൊന്നും ഇല്ല എന്നറിഞ്ഞുകൊണ്ടാ ആരും അറിയാതെ പ്രേമിക്കാൻ നിന്നത്. എന്നിട്ട് താനെന്നെ പറ്റിച്ചതല്ലേ? അവൾ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് ചോദിച്ചതും അവനൊരു കള്ളച്ചിരിയോടെ അവളെ തന്നോട് ചേർത്ത് നിർത്തി. അവളുടെ മുഖത്തേക്ക് വന്ന മുടിയിഴകൾ ഒന്ന് ചെവിക്ക് പിറകിലായി ഒതുക്കി വെച്ചു. എന്താടി നുണച്ചു പാറുവേ? ഞാനൊരു കൊതിക്ക് വേണ്ടി വലിച്ചതല്ലേ, അല്ലാതെ നിന്റെ ഏട്ടനെ പോലെ നാലുകാലൊന്നും അല്ലല്ലോ. അവൻ തമാശയുടെ മുഖത്തേക്ക് പുക ഊതി വിട്ടുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് ചുമച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് പുക തട്ടിമാറ്റി. എൻ്റെ ഏട്ടനെ പറഞ്ഞോണ്ടല്ലോ. ഞാൻ പറയും, അവൻ നിന്റെ ഏട്ടനാകും മുന്നേ എൻ്റെ നന്ദന. അത് അവളിൽ ചെറു പുഞ്ചിരി ഉടലെടുപ്പിച്ചു. അവൾ അവൻ്റെ മീശ ഒന്ന് പിരിച്ചു വെച്ചു. ആരും അറിയാതെയുള്ള ഈ പരിപാടി അറിഞ്ഞാലേ നന്ദൻ മണി പറയും പോലെ ഗഡോൽ കിച്ചനായി രൂപമെടുക്കും. അവൾ ചിരിയോടെ തന്നെയായിരുന്നു പറഞ്ഞത്. അവൻ അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. ആ നേരം അവൻ മണിയുടെ തമാശ പറയുന്ന ഏട്ടനല്ലായിരുന്നു, പാറുവിൻ്റെ മാത്രം ഗൗതമായിരുന്നു. അതെല്ലാം ഇപ്പം ആലോചിക്കേണ്ടതുണ്ട് പക്രു. അത് പതിയെ നമുക്ക് ശരിയാക്കാന്നേ. എന്നാലും മണിയോട് പോലും ഇത് പറയാൻ സമ്മതിച്ചില്ലല്ലോ. അവൾക്കിത് കേൾക്കുമ്പോൾ സങ്കടമാവും. അത് പറയുമ്പോൾ അവളുടെ സ്വരത്തിൽ അല്പം സങ്കടം നിഴലിച്ചു. ഗൗതം ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടു ചേർത്തു. എല്ലാം പറയാം, പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴല്ല. പിന്നെ
ഇടയ്ക്കെങ്കിലും മിണ്ടാനൊന്ന് വരണം, അല്ലാതെ ഏത് നേരവും ഡീറ്റെയിൽ കോൺസെൻട്രേഷൻ ചെയ്യണ്ട, കേട്ടല്ലോ. അവൻ്റെ ചോദ്യത്തിന് അവളൊന്ന് തല കുലുക്കി. പാറു. അടുക്കളയിൽ നിന്നുള്ള അമ്മയുടെ വിളി കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്ന് മാറി നിന്നു. ഈ പെണ്ണിതെവിടെ പോയി കിടക്കുക? അമ്മ ആകുലതയുടെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവൾ ഓടിച്ചെന്നതും ഒരുമിച്ചായിരുന്നു. ശ്രദ്ധ ഒന്ന് പാളിയതും അതാ കിടക്കുന്നു അമ്മയുടെ കാൽച്ചുവട്ടിൽ. ഗൗതം ഒന്ന് എരിവ് വലിച്ച് തലയിൽ കൈവച്ചു പോയി. എൻ്റെ ദേവിയേ! അമ്മ നെഞ്ചിൽ കൈവച്ച് വിളിച്ചുപോയി. പാറു പെട്ടെന്ന് തന്നെ തലപൊക്കി അവരുടെ കാലിലങ്ങ് പിടിച്ചു. അമ്മ എന്നെ അനുഗ്രഹിക്കണം. മാറി നിൽക്കടി അസത്തെ. രാവും പകലും ഇല്ലാതെ തെക്ക് വടക്ക് ഓടിയിട്ട് ഈ വീഴ്ചയുടെ ഒക്കെ കുഴപ്പം കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവും. അതങ്ങനെയാ, ഭൂമിയിലൂടെ എല്ലാം നടത്തും. ദേവിയെ, ഏത് ചെക്കൻ്റെ തലയിലാണാവോ കരിക്കട്ടക്കൊള്ളി കൊണ്ട് വലിച്ചിരിക്കുന്നത്? ഗൗതം സ്വയം ഒന്ന് തലയിൽ തൊട്ടു നോക്കി. ഏയ് മന്നോ! പാറു വീണിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ടലറി. അമ്മയുടെ ഒറ്റ നോട്ടത്തിൽ അവൾ പതറി. എന്താടി കൊച്ചേ? ഇതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും, അവളൊരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. ആണ്, എന്നെ നന്നായിപ്പോയി. ഇങ്ങ് വാടി പെണ്ണേ, എന്തെങ്കിലും ഒന്ന് സഹായിക്കും. മണി ഇപ്പോൾ കാവ്യ പോയോണ്ടാ, അല്ലേ എൻ്റെ കുട്ടി കൂടെ നിന്നേനെ. ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ അമ്മ എന്തൊക്കെയോ പദം പറയുന്നുണ്ട്. അമ്മ കയറിയെന്ന് കണ്ടതും അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഗൗതമിനെ നോക്കി പോവുക എന്ന രീതിയിൽ ചുണ്ടു ചലിപ്പിച്ച് കൈവീശി. ഡീ, നീ എന്താടി അവിടെ നിന്ന് കഥകളി കാണിക്കുന്നേ? തിരികെ വാതിൽപ്പടിയിൽ വന്ന അമ്മ ചോദിച്ചതും അവളൊന്ന് ഞെട്ടി. ഗൗതം വേഗം തന്നെ ഒളിഞ്ഞു നിന്നു. അത് അമ്മ, ഞാൻ പൂവാലിയോട് ഗുഡ് നൈറ്റ് പറയായിരുന്നു. അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അമ്മ അവളെ ഒന്ന് ഇരുത്തി നോക്കി. എൻ്റെ കുട്ടിക്കിത് എന്നു മുതലാ തുടങ്ങിയത്? അമ്മ മെല്ലെ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചതും അവളൊന്ന് ഞെട്ടി. എന്ത് ഭ്രാന്ത് അല്ലാതെന്താ? ഇങ്ങ് ഓടി പെണ്ണേ, അവളുടെ ഒരു ഗുഡ് നൈറ്റ് ഇതൊക്കെ ഇങ്ങ് എടുത്തു വെക്ക്. അമ്മ ദേഷ്യത്തിൽ അവളുടെ തലയിലൊന്ന് മേടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. പുറകെയായി തന്നെ അമ്മ ചുറ്റുമൊന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് വാതിലടച്ചു. കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥനയും കഴിഞ്ഞിറങ്ങി വന്ന മണി കാണുന്നത് തന്നെയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന നന്ദനെയാണ്. അവളുടെ ചുടുകളിൽ ചെറുപുഞ്ചിരി നിറഞ്ഞുവെങ്കിലും അത് വിദഗ്ധമായി അവൾ മറച്ചു വെച്ചു. കാരണം എന്താ? രാവിലെ ചോദിച്ച സാധനം കിട്ടിയിട്ടില്ല. ഡീ! അവനെ മറികടന്ന് പോകാൻ ഒരുങ്ങിയതും വിളി വന്നു. അവനതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് തന്നെ നടന്നു. അവന് മനസ്സിലായിരുന്നു അവളുടെ പിണക്കത്തിൻ്റെ കാരണം. അവൻ ചിരിയോടെ അവളുടെ ഒപ്പം നടന്നു. മണി, എന്നോട് മിണ്ടണ്ട. ഡീ! മിണ്ടണ്ടെന്നല്ലേ പറഞ്ഞേ? വന്നൊരു സ്നേഹവുമില്ല. ഞാൻ ചോദിച്ചത് തന്നോ? അവളുടെ ചോദ്യം കേട്ട് അവനാകെ അന്തം വിട്ട് വാ തുറന്ന് നിന്നുപോയി. ഡി, നീ ചോദിച്ചതുപോലെ മിഠായി ആയിരുന്നേ ഞാൻ വാങ്ങി തന്നേനെ. അടിയെല്ലാം ചോദിച്ച ഒരു കാരണമില്ലാതെ ഞാൻ എങ്ങനെയാ തല്ലുക? ഇത് വല്ലാത്ത കൂത്ത്. എന്നാ ഞാൻ ഒരു പാട്ട് പാടാം, നന്ദൻ എന്നെ തല്ലിക്കോ, എങ്ങനെയുണ്ട്? പിരികം പൊക്കിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് നന്ദൻ എന്തോന്നടി എന്ന രീതിയിൽ അവളെ ഒന്ന് നോക്കി. അതോടെ അവളൊന്ന് ഇളിച്ചു കാട്ടി. വേണ്ട അല്ലേ? വേണ്ട. ഇനി മേലാ പാട്ട് പാടിയ അന്ന് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും. എത്ര വർഷമായിട്ട് ഞാൻ അത് സഹിക്കാൻ തുടങ്ങിയിട്ട്. അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിയോടെ അവനെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ ചുണ്ടിലും ആ പുഞ്ചിരി തെളിഞ്ഞു. അവനോടൊപ്പമുള്ള നടത്തം അവളും ആസ്വദിച്ചിരുന്നു. പാടവരമ്പത്ത് കെട്ടിയ കുഞ്ഞ് ഏറുമാടത്തിലേക്ക് അവനോടൊപ്പം അവളും കയറിയിരുന്നു. രാത്രിയിലെ കാറ്റേറ്റ് അവളുടെ കുഞ്ഞു മുടികൾ പോലും പാറിപ്പറന്നു. നന്ദേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വല്ല പൊട്ടത്തരമാണേ ചോദിക്കണ്ട, അവൻ ചിരിയോടെ പറഞ്ഞു. നന്ദേട്ടാ, പൊട്ടത്തരമൊന്നുമല്ല, സീരിയസ് ആയിട്ടാ. കുറേ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്നു, ചോദിക്കാൻ പേടിയേട്ടാ. അവൾ വിഷമത്തോടെ പറഞ്ഞത് കേട്ട് അവനും മനസ്സിലായി കാര്യമായി എന്തോ ആണെന്ന്. അവൻ അവൾക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഇരു കൈ കൊണ്ടും കൈകൾ കോരിയെടുത്ത് കേൾക്കാൻ എന്ന പോലെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവൾക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. മുകിലേച്ചിയെ എങ്ങനെ ഇഷ്ടായേ? അവളുടെ വാക്കുകളൊന്ന് വിറച്ചു. അവൻ്റെ കൈകളുടെ ശക്തി കുറഞ്ഞു വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അവൾ ഇരു കണ്ണും മുറുക്കെ അടച്ചു. ഈശ്വര, ഇപ്പം പൊട്ടും. കിട്ടുന്ന അടി സ്വീകരിക്കാൻ എന്ന പോലെ തല അല്പം ചെരിച്ചു പിടിച്ചതും ഒട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ നെറ്റിയുടെ സൈഡിലായി അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. അവളൊന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ആ മൂക്കിൻ തുമ്പിൽ അവൻ മെല്ലെ ഒന്ന് കടിച്ചു. അവൾ വേദന കൊണ്ട് അവനെ തള്ളി മാറ്റി മൂക്കിൻ തുമ്പൊന്നൊഴിഞ്ഞുകൊണ്ട് ചുണ്ടു ഓർപ്പിച്ചു.
കാലമാടാ, എന്താടോ തനിക്ക്? താനെന്താ ഡ്രാക്കുളാണോടോ? അമ്മേ, എന്ത് വേദനയാ. മൂക്കിലൊന്ന് ഉരസിക്കൊണ്ട് അവൾ പറയുന്നത് കേട്ട് അവനൊരു പൊട്ടിച്ചിരിയോടെ അവളുടെ മടിയിലായി തന്നെ മലർന്നു കിടന്നു. അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ ദേഷ്യത്തോടെ അവൻ്റെ നെഞ്ചിലൊന്ന് കുത്തി. അത് കാത്തു നിന്ന പോലെ അവൻ അവളുടെ കൈ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു. ഈ 17-18 വയസ്സിൽ തോന്നുന്നൊരു പ്രണയമില്ലേ, അതായിരുന്നു 18 വയസ്സുകാരന് ക്ലാസ്സിലെ സുന്ദരി പെൺകുട്ടിയോട് തോന്നിയ ഒരിഷ്ടം. അതിനേക്കാൾ ഉപരി പിന്നാലെ നടന്ന ഒരുത്തനെയും മൈൻഡ് ചെയ്യാത്ത അവളെ പ്രണയിച്ചാലുണ്ടാകുന്ന അഭിമാനം. അതൊക്കെയായിരുന്നു കാരണങ്ങൾ. പ്രായം കൂടുന്തോറും ശരിയാകില്ല എന്ന് മനസ്സിലായി. കൂടാതെ അതിനിടയിൽ നിൻ്റെ കാര്യവും. ആകെ വട്ടായി. പിന്നെ നിന്നോട്ടുള്ള വാശിക്ക് വീണ്ടും അവളോട് അടുത്തപ്പോഴേക്കും സംഭവം കൈവിട്ടു പോയി. അവൾ കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ എപ്പോഴോ തോന്നി അതായിരുന്നു നല്ലതെന്ന്. അത്രേ ഉള്ളൂ. അവൻ പറയുന്നത് കേട്ട് അവൾ അവൻ്റെ മുടിയിലൂടെ ഒന്ന് തലോടി. അപ്പോൾ 18 വയസ്സിൽ തോന്നുന്നത് പ്രേമല്ലേ നന്ദേട്ടാ? നന്ദൻ കുടുങ്ങി. കാരണം അല്ല എന്ന് പറഞ്ഞാൽ മണി തേക്കും, ആണെന്ന് പറഞ്ഞാലോ അത് വേറൊരു കുറിച്ചു. നന്ദൻ പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല. കണ്ണു അടച്ചങ്ങ് കിടന്നു. നന്ദേട്ടാ, അപ്പം എനിക്ക് കുറച്ചു കാലം കഴിഞ്ഞ് തോന്നിയാലോ ഇയാളെ വേണ്ടാന്ന്? അവളുടെ ചോദ്യത്തിന് അവൻ ദേഷ്യത്തോടെ കണ്ണുകൾ തുറന്നു. അവളൊരു കള്ളച്ചിരിയോടെ ഇരിക്കുകയായിരുന്നു. അവൻ ദേഷ്യത്തോടെ അവളുടെ തലയിൽ പിടിച്ച് താഴോട്ട് വലിച്ച് ആ ചെഞ്ചുണ്ടിൽ അതരങ്ങൾ അമർത്തി. ഒരു നിമിഷം അവളുടെ ഉണ്ടക്കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവളിലെ പിടി അവൻ അയച്ചതും അവൾ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും മാറി നിന്നു. ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് പിരടയിൽ പിടിച്ച് വേദന കുറച്ചു. നീ എങ്ങാനും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിൻ്റെ ഗതി ഇതാവും. സമ്മതമൊന്നും വേണ്ട എനിക്ക്. ഒരു താലിയും കെട്ടിക്കൊണ്ട് പോകും ഞാൻ, മനസ്സിലായോടി? അവനൊരു ഭീഷണി രൂപേണ പറഞ്ഞതും അവൾ കാലുകൊണ്ട് തട്ടി അവൻ്റെ മടിയിൽ നിന്നും താഴെയിട്ടു. ദുഷ്ടൻ, വെറുതെ ചോദിച്ചു എന്ന് കരുതി വഷളത്തരം കാണിക്കാൻ നിൽക്കുക, കാട്ടുമാക്കാൻ. എൻ്റെ സമ്മതമില്ലാതെ അങ്ങനെ എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ കൊന്നുകളഞ്ഞ്. പിന്നെ എൻ്റെ സമ്മതം ചോദിച്ച് വന്ന ഉമ്മ വെച്ചോ ചേട്ടാ എന്നും പറഞ്ഞിരുന്ന് തരുമല്ലോ നീ. ഡേ, നിന്നെപ്പോലൊരു അൺറൊമാൻറ്റിക് മൂരാച്ചി ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല. ആകെ കൂടി അറിയാം മരത്തിൽ കയറാനും അടി വാങ്ങിക്കൂട്ടാനും. നിലത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. പോടാ കാലമാട, നോക്കിക്കോളൂ, ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൾ ഏറുമാടത്തിൽ നിന്നും ഇറങ്ങാൻ നിന്നു. മണി, വേണ്ട. നന്ദൻ അവളെ വിളിച്ചുവെങ്കിലും അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഇറങ്ങിയതും ആദ്യ പടിയൊന്നൊടിഞ്ഞു. അവൾ വയലിലെ ചെളിയിലേക്ക് വീണതും ഒത്തായിരുന്നു.